പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവുമായി ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ മേരിക്കുട്ടി തോമസ് ആൻറ്റിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്നതായ വാട്സപ്പ് നമ്പറിൽ മാത്രം ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ മേരിക്കുട്ടി തോമസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി. കർത്താവിൻ്റെ ദാസി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാൻ എറണാകുളം ജില്ലയിലുള്ള ആലുവായിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഭർത്താവും ഞാനും ഇപ്പോൾ ഭവനത്തിലുണ്ട്. ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. IPC സഭകളുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് 3 പെൺകുട്ടികളുണ്ട്. ഞങ്ങൾ 5 കൊച്ചുമക്കളുണ്ട്. അവരും കുടുംബമായിട്ട് ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യമായിട്ട് ഞാൻ ഈ അരോമ TV എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. രണ്ടാമതായി കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഈ അരോമ TV അനേകരുടെ സാക്ഷ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ അത് മറ്റു ജീവിതങ്ങളിലേക്ക് എത്തി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുവാൻ, ഓരോരുത്തരുടെ സാക്ഷ്യം, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു എന്ന് പറയുന്നത് പോലെ അനേകർക്കത് അനുഗ്രഹവും അനേകർക്കത് വിടുതലും അനേകർ ദൈവസനിൽ ഉറയ്ക്കുവാനും വിശ്വാസത്തിൽ ഉറയ്ക്കാനും ഒക്കെ ഇടയാകുന്നുണ്ട്. ഇത്തരം വലിയൊരു ശുശ്രൂഷയിലേക്ക് ദൈവത്തിന്റെ ദാസനെയും കുടുംബത്തെ ദൈവം എത്തിച്ചല്ലോ. അത് വിലപ്പെട്ടതായിട്ടുള്ളൊരു മാന്യമായ ശുശ്രൂഷയാണെന്ന് ഞാൻ കരുതുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എന്നെ ഈ അരോമ TV പരിചയപ്പെടുത്തി കൊടുത്തത്, ദൈവദാസനുമായിട്ട് പരിചയപ്പെടാനിടയായത് കർത്താവിന്റെ ദാസി ശ്രീദേവി സിസ്റ്ററാണ്. ഞാൻ പുനലൂരായിരിക്കുന്നു. പിന്നെ എൻ്റെ സാക്ഷ്യം, ഞാൻ കട്ടപ്പനയിലുള്ള ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ടൗണിൽ നിന്ന് 2.5 കിലോമീറ്ററോളം അകലെയുള്ള കൊച്ചുതോവാള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. എനിക്ക് 5 സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ മൊത്തം 5 സഹോദരങ്ങളുണ്ട്. മാതാപിതാക്കൾ ഇപ്പോൾ മരിച്ചുപോയി. ഞാനാണ് ഭവനത്തിലെ ഏറ്റവും മൂത്തത്. എനിക്ക് താഴെയുള്ള 2 ആങ്ങളമാര്, രണ്ടാമത്തെ ആങ്ങളെയും മൂന്നാമത്തെ ആങ്ങളെയും ദൈവ വേലയിലായിരിക്കുന്നു. ഇപ്പോൾ ഇളയ ആങ്ങള തൃശ്ശൂര് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. നേരെ ഇളയ ആങ്ങള കട്ടപ്പനയില് ദൈവവേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അനുജത്തി ഇടുക്കിയിൽ താമസിക്കുന്നു. അവരെല്ലാം കുടുംബമായിട്ടായിരിക്കുന്നു. രണ്ടാമത്തെ സഹോദരൻ കട്ടപ്പന ടൗണിൽ തയ്യൽ കടയാണ്. അവരെല്ലാവരും വിശ്വാസത്തിലായിരിക്കുന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ ഞാൻ മൂത്തതായതുകൊണ്ട് കുടുംബത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ എനിക്ക് നോക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എൻ്റെ പിതാവ് ഇച്ചിരി രാഷ്ട്രീയത്തിലൊക്കെ ആയിരുന്നുകൊണ്ട് എൻ്റെ അമ്മയാണ് ഞങ്ങളെ എല്ലാവരെയും ജോലി ചെയ്ത് വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. അപ്പൊ എനിക്ക് എൻ്റെ ഇടയിൽ 4 പേരെ എനിക്ക് നോക്കണമായിരുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണമായിരുന്നു. അങ്ങനെ ഒക്കെ വലിയ ഉത്തരവാദിത്വം, കഷ്ടപ്പാടും. അന്നത്തെ കാലത്തൊക്കെ വെള്ളവും വിറകും അങ്ങനെ ഒത്തിരി കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം സ്കൂളിൽ പോകാനും പഠിക്കാനായിട്ട്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ബാല്യത്തിലെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം, എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ പറമ്പൊക്കെ കാട് വെട്ടി തെളിച്ചതായതുകൊണ്ട് പാമ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ 3-ാമത്തെ വയസ്സിൽ, അത് മാത്രമേ എൻ്റെ 3-ാമത്തെ വയസ്സിൽ ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കാര്യം, ഒരു പാമ്പ് എന്നെ കടിച്ചു. എൻ്റെ മുട്ടേൽ കടിച്ചു പറിച്ചു. രക്തം ഇങ്ങനെ ധാരതായിട്ട് ഒഴുകി ഇറങ്ങുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നെ എടുത്തോണ്ട് വന്ന ഹോസ്പിറ്റലൊന്നും ഇല്ല, ഒരു വൈദ്യശാലയിൽ എങ്ങാണ്ട് ഒരുപാട് കിലോമീറ്റർ എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നതും രക്തം ഇങ്ങനെ ഒഴുകുന്നതും ഞാൻ കരയുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്.
എല്ലാവരും ഭയപ്പെട്ടു പോയി. കാരണം ഞാൻ ജനിക്കുന്നതിന് 2-3 വർഷം മുമ്പ് എൻ്റെ വല്യമ്മ, എൻ്റെ അപ്പച്ചൻ്റെ അമ്മ ഇതുപോലെ പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ വളരെ കഷ്ടതയിലായിപ്പോയി. അങ്ങനെ എല്ലാവരും ഞാൻ മരിക്കുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. എന്നാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ കണ്ടിരുന്ന ദൈവം അന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. ഞാൻ ജീവനോടെ ശേഷിപ്പാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് ഇടവരുത്തി. അതിനുശേഷം ഞാനിങ്ങനെ ഒരുപാട് ചിന്തിക്കുമായിരുന്നു. എൻ്റെ പലവിധമായ ചിന്തകൾ എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ഒരു 7 വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ട് ഞാനിങ്ങനെ വളരെ ചിന്തിക്കും, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ വന്നു, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ ഈ ലോകത്തിൽ എന്താ നടക്കുന്നത്, എൻ്റെ പ്രായത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ കഷ്ടതയിലും ബുദ്ധിമുട്ടിലും ഒക്കെ ഇങ്ങനെ പോകുന്നു. കുറെ പേര് സുഖിച്ച് ഇങ്ങനെ ആർഭാടപൂർവ്വം ജീവിക്കുന്നു. ഇത് ന്യായമാണോ, ഇത് നീതിയാണോ? അങ്ങനെ ചിന്തിച്ച് വരും പറയും, ഇതല്ല, ഇതിനപ്പുറമായിട്ട് എന്തോ ഒരു കാര്യമുണ്ട്, അതിങ്ങനെ മറഞ്ഞിരിക്കുക. അങ്ങനെ ഒരു ചെറു പ്രായത്തിൽ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ചിന്തിച്ച് പിന്നെ ഞാനൊരു ശൂന്യതയിലേക്ക് അങ്ങ് പോകും. പിന്നെ ശൂന്യമായിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ നടക്കും. ആരോടും വലിയ അടുപ്പത്തിനൊന്നും പോകാറില്ല. ആരോടും വലിയ പിന്നെ സംസാരിക്കാനൊന്നും, അവരോട് സഹകരിക്കാനൊന്നും ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മൂകമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. അല്ല, എൻ്റെ ജീവിതത്തില് ഞാൻ വളരെ ദൈവവിശ്വാസം എനിക്കുണ്ടായിരുന്നു, ദൈവഭക്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ RC-ക്കാരായിരുന്നു. എല്ലാ നോയമ്പുകളും 8 നോയമ്പ്, എല്ലാ നോയമ്പുകളും പ്രാർത്ഥനയ്ക്കെല്ലാം ഞാൻ പോകും പള്ളിയിൽ. രാവിലെ വളരെ ബുദ്ധിമുട്ട്, ഒത്തിരി അകലെ പോയി പള്ളിയിൽ പോയിട്ട് കുർബാനയൊക്കെ കണ്ടിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭക്തിപരമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. നേർച്ച കാഴ്ചാദികളും മലയിൽ കയറി പോയി അങ്ങനെ ഭക്തിപരമായിട്ട് ഞാനിങ്ങനെ ജീവിച്ചു പോന്നു. അങ്ങനെ പിന്നെ ഞാൻ പല സ്വപ്നങ്ങളും കാണുമായിരുന്നു. നല്ല നല്ല സ്വപ്നങ്ങൾ ഞാൻ ചെറുപ്പത്തിൽ കാണുമായിരുന്നു. ഇങ്ങനെ ഞാൻ മാലാഖമാരോട് കൂടെ പാട്ട് പാടി നടക്കുന്നതും, ഞാനിങ്ങനെ വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകി നടക്കുന്നതും, അതുപോലെ എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാല് ഞാനിങ്ങനെ പറന്ന് അവരിന്ന് രക്ഷപ്പെടും. ആരും എന്നെ ഉപദ്രവിക്കില്ല, എന്നെ തൊട്ടുപോയില്ല, അതിന് മുമ്പ് ഞാൻ പറന്നു പോകുന്നതായിട്ടും. പിന്നെ ഏറ്റവും വലിയൊരു സ്വപ്നം ഞാൻ കണ്ടത്, ഇന്ന് എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നത്, എൻ്റെ അമ്മയപ്പൻ, എൻ്റെ സഹോദരങ്ങള്, എൻ്റെ മിത്രാദികള് ഒരുപാട് പേരിങ്ങനെ തീക്കകത്ത് ഇങ്ങനെ കടന്ന് നിലവിളിക്കുക, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ കരയ്ക്ക് നിൽക്കും, എനിക്ക് കൊള്ളലൊന്നുമില്ല, ഞാൻ തീക്കകത്തല്ല. ഞാൻ അവിടെ കയറുന്നുണ്ട്, ഓരോരുത്തരെ വലിച്ചു കയറ്റുക. എല്ലാവരും ഞാൻ രക്ഷപ്പെടുത്തി. ആർക്കൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായത്, അതുപോലെ തന്നെ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതൊരു സ്വപ്നമല്ല, ഒരു ദർശനമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായി. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് സ്കൂൾ വരെ പ്രാർത്ഥിച്ചോണ്ടാ പോകുന്നത്. പ്രാർത്ഥിച്ചെന്നാൽ കൊന്ത എത്തിച്ചോണ്ട് പോകും. അങ്ങനെ ഒക്കെ ഭക്തിപരമായിട്ട് ജീവിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ശൂന്യതകൾ അന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, ഈ ചിന്തകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ കരിസ്മാറ്റിക്കിന്റെ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീടിന്റെ 1 കിലോമീറ്റർ അകലെയുള്ള എനിക്ക് 2 കൂട്ടുകാരിമാരുണ്ടായിരുന്നു. ഒന്ന് മൂത്തവളുടെ പേര് മോളി, ഇളയത് ലിസമ്മ. ഇവരുമായിട്ട് ഞാൻ വലിയ കൂട്ടായിരുന്നു. നല്ല കൂട്ടൊക്കെ ആയിട്ട് ഞാൻ അവരുടെ വീട്ടിൽ കൂടെ പോവുകയൊക്കെ ചെയ്യും. അപ്പൊ അവരുടെ അമ്മ ക്ലാരമ്മ എന്നാണ് അമ്മച്ചിയുടെ പേര്. അമ്മച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നല്ല ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. വചനം വായിക്കുകയും അതുപോലെ വചനങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും, പിന്നെ എന്നെ വിളിച്ചുകൊണ്ട് ഓരോ വീടുകളിൽ കയറി ലഘുലേഖകളൊക്കെ കൊടുക്കാനായിട്ട് പോവുകയും, അങ്ങനെ അമ്മച്ചിയാണ് എന്നെ ഇങ്ങനെ ഈ കരിസ്മാറ്റിക്കിന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാനൊക്കെ പറഞ്ഞതും കൊണ്ടുപോയതും ഒക്കെ. അങ്ങനെ ആ കുടുംബമായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 1984 ഞങ്ങളുടെ വിവാഹമായിരുന്നു. വിവാഹശേഷം ഞാൻ ഭർതൃഭവനത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെയൊക്കെ ഉള്ള അന്തരീക്ഷങ്ങളൊക്കെ അത്ര ഒരു ശുഭമല്ലാത്ത ഒരു അന്തരീക്ഷമായ, വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിലേക്കാണല്ലോ ചെല്ലുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ പിന്നെയും എൻ്റെ ഭാരങ്ങളും ആ ശൂന്യതകളൊക്കെ കൂടുവാനായിട്ടിടയായി. അപ്പോഴും ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ വേറൊരു ഭവനത്തിലേക്ക് മാറാനായിട്ടിടയായി. തുടർന്ന് ഞങ്ങൾക്ക് 2 പെൺകുട്ടികൾ ജനിച്ചു. അപ്പോഴെല്ലാം എൻ്റെ പ്രയാസങ്ങളൊക്കെ പിന്നെ പലവിധമായ കാരണങ്ങളാൽ എനിക്ക് വളരെ മനസ്സിന്
ഭാരവും വേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പം എൻ്റെ ഇളയ കുട്ടി രൂത്ത്, അവൾക്ക് 10 മാസമായപ്പോഴേക്കും ഒരു ദിവസം സന്ധ്യ സമയത്ത് അച്ചായൻ വീട്ടിലില്ല. ഞങ്ങൾക്ക് തൊട്ട് അധികം ദൂരമല്ലാത്ത കവലയിലേക്ക് പോയതായിരുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ കുട്ടി മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത്. മൂത്തവളെ എൻ്റെ വീട്ടുകാർ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കുഞ്ഞിനെ ഉറക്കി തൊട്ടി കിടത്തിയിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് വെള്ളം എടുക്കാനായിട്ട് ഇറങ്ങി പോയ സമയത്ത് വലിയൊരു അലർച്ച കേട്ടു. വലിയ പ്രായമുള്ള ഒരു മനുഷ്യനല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഞാൻ ഓടി കൊച്ചിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും ഈ കൊച്ചു തൊട്ടി കിടന്നുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് കണ്ണെല്ലാം നെറുകന്തലെ കയറി ഇരുന്ന് ഒരു വശത്തോട്ട് ഓടി ഇങ്ങനെ കൈയും കാലും എല്ലാം വടി പോലെ ഇങ്ങനെ നിൽക്കുക. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കോരിയെടുത്ത് അടുത്ത വീട്ടിലൊരു പയ്യനുണ്ടായിരുന്നു, അവനെ വിളിച്ചപ്പം അവൻ ഓടി വന്നു, അവന്റെ കയ്യിലോട്ട് കൊടുത്തു. അച്ചായനെ ജോണി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, ജോണി ചായൻ കവലയിൽ പോയിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലോട്ട് കൊടുത്തു. അവൻ ഈ കൊച്ചിനെ കൊണ്ട് ഓടി. ഞാനും ഒരു ഭ്രാന്തിയെ പോലെ ഈ കൊച്ചിന്റെ പുറകെ ഇവന്റെ പുറകെ ഓടി കുറെ അങ്ങ് ചെന്നപ്പോൾ അവൻ ആ കൊച്ചിനെ എന്റെ കയ്യിലോട്ട് ഇങ്ങനെ തന്നപ്പം ആ കൊച്ചിന് ജീവനില്ല. ഒരു മരക്കഷ്ണം പോലെ മരച്ച് ഞാൻ കൈ മേടിക്കുമ്പോ അതിന് ശ്വാസമില്ല, അതിന് ചലനമില്ല, ഒരു മരത്തടി പോലെ മരച്ച് എന്റെ കയ്യിൽ ഒട്ടും ചൂടില്ല കൊച്ചിന്റെ ദേഹത്തിന്. അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ അന്നത്തെ അറിവ് പെട്ടെന്ന് എങ്ങനെയോ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ഈ കുഞ്ഞിനെ നായുസോടെ തന്നാൽ ഞാൻ കർത്താവെ അവിടുത്തെ വേലയ്ക്കായിട്ട് ഞാൻ കൊച്ചിനെ സമർപ്പിച്ചോളാം, ഞാൻ വിട്ടോളാം എന്ന് ഞാൻ അവിടെ നിന്ന് നേർച്ച നേരുവാനായിട്ട് ഇടയായി. എന്നിട്ട് ഞാൻ ആ കൊച്ചിനെ അവനെന്റെ കയ്യിലോട്ട് നിന്നിട്ട് അവൻ വീട്ടിൽ പോയി. കൊച്ചു മരിച്ചെന്ന് അവൻ ഓർത്ത് അവൻ അന്നേരം സങ്കടപ്പെട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇതിനെ കൈ മേടിച്ചിട്ട് മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ ഓടുക, ഈ കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ട് മുടിയെല്ലാം പടത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഓടുമ്പോ എല്ലാരും കാണുന്നുണ്ട് എന്നെ. എല്ലാരും നോക്കാം, അച്ഛൻ്റെ കൂട്ടുകാരും എല്ലാരും എന്നെ കാണുന്നുണ്ട്. എന്നാൽ ആരും ഒരാളെ ഇത് എന്തിനാ ഓടുന്നതിന് എന്നാ പറ്റിയെന്നൊന്നും എന്നോട് ചോദിച്ചില്ല. പിന്നെ ഞാനത് ചിന്തിച്ചത് അങ്ങനെ. പിന്നെ ഓടി ഞാൻ കവലയിൽ ചെന്നപ്പോഴത്തേനും അച്ചായന്റെ അപ്പച്ചനും നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കയ്യിലോട്ട് കുഞ്ഞിനെ കൊടുത്തപ്പോഴത്തേനും പെട്ടെന്ന് കുഞ്ഞിനൊരു ചലനം ഉണ്ടായി. അതിങ്ങനെ കണ്ണു തുറന്നു. കൊച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു. കൊച്ചു കണ്ണു തുറന്നു. കൊച്ചിന് എന്നാ പറ്റി എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചാച്ചൻ പറഞ്ഞു. പിന്നെ അവിടെ ഒരു വൈദ്യനെ ഉണ്ടായിരുന്നു. ആ വൈദ്യനെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം അവൾക്കുണ്ടായിട്ടില്ല. അങ്ങനെ ദൈവം അതിൽ നിന്നെല്ലാം വിടിവിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ പിന്നെയും എനിക്ക് വളരെ ഭാരവും വിഷമം ഉണ്ടായിട്ട് ഞാൻ ഓർത്ത് ഞാൻ ജീവിക്കുന്നില്ല, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിച്ചേക്കാം എന്നുള്ള തോന്നൽ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. ഒത്തിരി ഏറെ പ്രശ്നങ്ങൾ ഇങ്ങനെ അതിജീവിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായില്ല. ഞാൻ ഒരു ദിവസം ഞാൻ കുറെ മണ്ണെണ്ണ എടുത്ത്, എൻ്റെ 1-2-3 ലിറ്റർ അടുത്ത് മണ്ണെണ്ണ ഉണ്ട്, അതെടുത്ത് എൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ തലയിൽ കൂടി ഇങ്ങനെ ഒഴിച്ചപ്പോ എൻ്റെ ലുങ്കിയും ബ്ലൗസും ഒക്കെയാണ് അന്നത്തെ വേഷവിധാനം. അത് എല്ലാം കുതിർന്ന് നനഞ്ഞ് ഞാൻ തീപ്പെട്ടി ഇങ്ങനെ എടുത്തു. അപ്പോഴത്തേനും അച്ചായൻ ഓടി ഒന്ന് പിടിച്ചല്ലേ, ഞാൻ കത്തിക്കാൻ തന്നെ ചെയ്തതാ. മരിക്കണം, എനിക്ക് ജീവിക്കണ്ട, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നുള്ള ചിന്ത വന്നിട്ട് അങ്ങനെ അത് പിടിച്ച് എറിഞ്ഞു കളഞ്ഞു. പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം അത് മരണത്തിൽ നിന്ന് തന്നെ ദൈവം രക്ഷിച്ചു. പിന്നീട് ഒരു ദിവസം ഞാൻ ആരുമില്ലാത്തതായ ഒരു സമയത്ത് ഇങ്ങനെ മരിക്കണമെന്നുള്ള ചിന്തയിൽ ഞാൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി, ആരുമില്ല, മരത്തിന്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ നിന്നിട്ട് കയറെടുത്ത്, ചക്കര കയർ ഒരു 6 ചെറിയ കയറുകൾ, ഒരിക്കലും പൊട്ടിപ്പോവുകയില്ല. അത് ആ മരക്കൊമ്പയിൽ ഇങ്ങനെ ഞാൻ തുമ്പ് നീട്ടി കുടുക്കിട്ട് കെട്ടി ഒത്തിരി തുമ്പ് ഇങ്ങനെ നീണ്ടു കിടക്കാം, അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കെട്ടിയിട്ട് ഞാൻ താഴെ കുറെ മുരിക്കിന്റെ മുള്ള് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, നേരെ താഴെ നല്ല മുരിക്കിന്റെ മുള്ളിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കഴുത്തേലോട്ട് കുടുക്കിട്ട് ചാടിക്കഴിഞ്ഞ് എൻ്റെ കഴുത്ത് ഇങ്ങനെ ഇറുകി വന്നപ്പോഴത്തേന് ഞാനിങ്ങനെ മയങ്ങി അങ്ങ് പോയി, ഉറക്കത്തിലോട്ട് പോയി എന്തൊക്കെയോ ഞാൻ കാണുന്നുണ്ട്, എന്തൊക്കെയോ കണ്ട് കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഇരുട്ടായി, ഞാൻ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എത്ര നേരമായെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ണു തുറന്നപ്പോ ഞാൻ ആ മുരിക്കിന്റെ മുള്ളയിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽപ്പുണ്ട്. ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോ കെട്ട് പൊട്ടിയിട്ടില്ല. അതാരെങ്കിലും അഴിച്ചു വിടാതെ അത് പൊട്ടുകയല്ല, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അതുപോലെ ഞാൻ കെട്ടിയിരുന്നത്. അങ്ങനെ അഴിച്ചു വിട്ട് ഞാനിങ്ങനെ എഴുന്നേറ്റ് നോക്കിയിട്ട് ഞാൻ നേരം പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് എന്നെ വിടുവിച്ചതാ മരണത്തിന്റെ പാശങ്ങളിൽ നിന്നും.
എന്നെ ദൈവം രക്ഷിച്ചതാ പിന്നെയും എന്ന് എനിക്ക് മനസ്സിലായി. ആരോടും ഞാൻ പറഞ്ഞില്ല, ആരോട്ടും അറിഞ്ഞില്ല. പിന്നീട് ഞാൻ പറഞ്ഞപ്പോഴാണ് എല്ലാവരും അത് അറിയുന്നത്. അങ്ങനെ 2 പ്രാവശ്യം ആത്മഹത്യക്ക് ഞാൻ ശ്രമിച്ചു. അങ്ങനെ പോകുമ്പോഴിങ്ങനെ എനിക്ക് മനസ്സിലായി, ദൈവത്താൽ അല്ലാതെ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ തൊട്ടടുത്തൊരു ബന്ധുക്കോസ് പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് നല്ല പാട്ടുകളും ആരാധനയും കൈകൊട്ടും ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ നിൽക്കും. എനിക്ക് എങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ആരാധിക്കാൻ പറ്റുമോ, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പാടാൻ പറ്റുമോ, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കൈയടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഭാരപ്പെട്ട് അവിടെ നിന്നിട്ടുണ്ട്. റോട്ടിൽ തന്നെ ഞാൻ നിന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ കുറെ നാളുകൾ നീങ്ങിപ്പോയപ്പോൾ എനിക്കൊരു എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഒരു മകനുണ്ട്. അവന് ഞങ്ങൾ താമസിക്കുന്നതിന് 10-35 കിലോമീറ്റർ അകലെ അവർ താമസിക്കുക. ഞാൻ എൻ്റെ സ്കൂൾ അടയ്ക്കുമ്പോഴൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ട് എന്നെ നിർത്തി. പേരപ്പനും പേരമ്മയും എനിക്ക് വലിയ വലിയ കാര്യമായിരുന്നു. അവൻ എൻ്റെ സഹോദരനാണ്. അവൻ പെന്തക്കോസിൽ ചേർന്നെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. അവൻ്റെ അടുത്ത് എനിക്ക് പോകണം, എനിക്ക് പ്രാർത്ഥനയ്ക്ക് കൂടണം എന്നൊക്കെ ഓർത്ത് ഞാൻ എൻ്റെ അനിയത്തിയും കൂട്ടി, എൻ്റെ രണ്ടാമത്തെ രൂത്ത് എന്നാണ് അവളുടെ പേര്, അവളെയും കൂട്ടി അങ്ങോട്ട് പോയി. അങ്ങോട്ട് കടന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അവർ ആ വീട്ടിലില്ല. അവർ വേറെ പ്രാർത്ഥനയ്ക്ക് പോയതാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ പ്രാർത്ഥനാ സ്ഥലത്തോട്ട് ചെന്നപ്പോഴത്തേനും അവൻ അവിടെ ആറുള്ള സ്ഥലമാണ്, ചിന്നാറെന്ന് പറയും, ഈട്ടിത്തൊപ്പം എന്നൊക്കെ പറയും. ആ അവന്റെ സ്നാനത്തിന്റെ രംഗം കണ്ടോണ്ടാണ് ഞാൻ ചെല്ലുന്നത്. സ്നാനപ്പെട്ട് പൊങ്ങി കയറി വരുമ്പോൾ ഞാൻ അത് കണ്ടോണ്ടാണ് ചെല്ലുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം അവരുടെ വീട്ടില് പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു, ഒത്തിരി ദൈവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ രാത്രി ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ വചനം പറയുവാനായിട്ടിടയായി. പരീക്ഷയുടെ അനുഭവത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പരീക്ഷയ്ക്ക് രക്ഷിക്കപ്പെടാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ആ ദൈവദാസന്മാർ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ആരാണ്ടനെ ഓടിച്ചു വിട്ട പോലെ ഓടി അവരുടെ അടുത്ത് ചെന്ന് അവിടെ മുട്ടക്കുത്തി നിന്നു. മുട്ടക്കുത്തി കൈകൂപ്പി ഇങ്ങനെ നിന്ന് കരഞ്ഞോണ്ട് ഞാൻ അവർ പറഞ്ഞ എല്ലാം ഏറ്റു പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല, അത് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു അവരെല്ലാം എൻ്റെ തലയെ കൈവച്ച് ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, നീ വലിയ ശുശ്രൂഷയ്ക്കുള്ളതാ, നീ ഒരു ദൈവദാസിയാകും, അങ്ങനെ ഒക്കെ പറഞ്ഞു. ഇതൊന്നും അറിയത്തില്ല, ദൂതാണെന്നൊന്നും അറിയത്തില്ല. ഞാനതെല്ലാം കേട്ടിട്ട് വീട്ടിലോട്ട് പോന്നു കഴിഞ്ഞ് ഈ എൻ്റെ സഹോദരനും അവരുടെ പാസ്റ്ററും കൂടെ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇല്ല. അങ്ങനെ 3 പ്രാവശ്യം, അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് വിളിക്കാനും പറയാനും ഒന്നും പറ്റാത്തതുകൊണ്ട് അങ്ങനെ അവർ 3-4 പ്രാവശ്യം വീട്ടിൽ വന്നപ്പോഴും ഞങ്ങൾ അവിടെ ഇല്ല. എന്നെ കാണാനായിട്ട് എത്തില്ല, അവരങ്ങ് പോയി. പിന്നെ അവരാ പദ്ധതി ഉപേക്ഷിച്ചിട്ട് അവരങ്ങ് പോയി. പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ദൈവമേ എന്നൊക്കെ മനസ്സിൽ എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ എൻ്റെ കൂട്ടുകാരി ലിസമ്മ എന്നോട്, ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എടി ഇവിടെ ഒരു പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്, ഞായറാഴ്ച നിനക്ക് വരാവോ എന്ന് ചോദിച്ചു. ഞാൻ വരാമല്ലോടി എന്നും പറഞ്ഞു. ഉടനെ അടുത്ത ഞായറാഴ്ച വരാൻ പറഞ്ഞ് അവരുടെ വീട്ടിലെ ഞായറാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി. പ്രാർത്ഥനയ്ക്ക് പോയി അപ്പൊ ദൂരെ നിന്ന് കുറച്ച് സഹോദരന്മാർ വന്നാണ് ബൈബിള് പഠിപ്പിക്കുകയും പാട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനും ഈ 3 സഹോദരിമാര്, ഞങ്ങൾ 4 പെണ്ണുങ്ങളും കൂടി ആ പ്രാർത്ഥന ആരംഭിച്ചു. ഞങ്ങളുടെ എൻ്റെ മൂത്ത കൂട്ടുകാരുടെയും ഭർത്താവ് വന്നില്ല, അമ്മച്ചിയുടെ ഭർത്താവ് വന്നില്ല, ഞങ്ങൾ 4 പേര് മാത്രമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അച്ചായനെ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥനയ്ക്ക് എൻ്റെ കൂടെ വരാനും പറഞ്ഞുകൊണ്ട്. പിന്നെ വരില്ലെന്നൊന്നും പറഞ്ഞില്ല, എന്നോട് എതിർപ്പുമില്ലായിരുന്നു. ഞാൻ വരാന്നൊക്കെ പറയും, സമയമാകുമ്പോൾ വരാൻ പറ്റാതെ വരും. അത് ഇവര് 2 കുഞ്ഞുങ്ങളും വലിയ പ്രായവ്യത്യാസം ഉള്ളവരല്ലായിരുന്നു. അവരെ ഞാൻ എടുത്തും നടത്തി എല്ലാ കിലോമീറ്റർ ആണെങ്കിലും, ഓട്ടോറിക്ഷയൊന്നും ഇല്ലാത്ത കാലമാണല്ലോ, നടത്തിക്കൊണ്ട് ഒരാളെ എടുത്ത് നേരെ മുന്നെ കൊണ്ട് വെക്കും, അത് കഴിഞ്ഞ് അടുത്ത ആളെ, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പോവുമായിരുന്നു പ്രാർത്ഥനയ്ക്ക്. ചിലപ്പോഴൊക്കെ എൻ്റെ സഹോദരങ്ങൾ വന്ന് വഴി നിൽക്കും. അങ്ങനെ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടാണ് ഞാൻ അവിടെ അന്ന് പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഏതൊക്കെയാലും വേറെ താമസിക്കാതെ ദൈവകൃപയാല് അച്ചായൻ എൻ്റെ കൂടെ 3-4 മാസത്തിന് ശേഷം കടന്നു വരുവാനായിട്ടിടയായി. പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ പോകുന്നതുകൊണ്ട് എനിക്ക് ഭാരമില്ല, കുറഞ്ഞു. അത് ഞങ്ങൾ 2 പേരും കൂടെ ഒരു സഹോദരൻ എന്ന നിലയിൽ എൻ്റെ അച്ചായനാണ് ആദ്യം ആ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് കടന്നിരുന്നത്. അങ്ങനെ പിന്നീട് എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡും അച്ചായനും, ആ വീട്ടിലെ അച്ചായനും വന്ന് അങ്ങനെ ഞങ്ങൾ 2 കുടുംബങ്ങളും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. വളരെ തീവ്രതയായിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞുള്ള പ്രാർത്ഥന കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് എല്ലാ വീടുകളിലും കയറി ഇറങ്ങിപ്പോയി.
അറിയാവുന്നവരെ സുവിശേഷം പറയുകയും ആൾക്കാര് ആ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. അപ്പൊ ഞങ്ങൾ വേറെ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങള് രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് മണ്ണെണ്ണ വിളക്കും കത്തിച്ച് ഓരോ വീടുകളിലും കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞു. എല്ലാവർക്കും ആ ദേശത്തുള്ളവർക്കെല്ലാം വലിയ അതിശയമായി പോയി മാനസാന്തരം. അങ്ങനെ അവരെല്ലാം ഒരുപാട് പേര് ആ കൂട്ടായ്മയിലേക്ക് വരുവാനായിട്ടിടയെ പെട്ടെന്ന് വളർന്നു. ആ കൂട്ടായ്മ അങ്ങ് വളർന്നു. വേറെ ഇവരുടെ വീട്ടിലായിരുന്നു, ഈ സഹോദരിമാരുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് വേറൊരു ഹോളിലോട്ട് മാറുവാനായിട്ടൊക്കെ ഇടയാക്കി. അങ്ങനെ ഞങ്ങൾ 6-7 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ ശുശ്രൂഷ നിലയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് എന്റെ ലീഡർ സ്ഥാനത്തേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും ആദ്യമൊക്കെ വളരെ സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ആയപ്പം അവിടെ ഒരു ലോക്കൽ ചർച്ച് ആയിരുന്നു. അവിടെ അന്യഭാഷയ്ക്കോ അഭിഷേകത്തിനോ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടൈം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജീവനില്ലാത്ത ഒരു പോലെ എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് പിന്നെ എന്നെ സന്തോഷം അല്ല സമാധാനം കിട്ടാതെയായി. പിന്നെ സന്തോഷമില്ലാതെ ഇതിലൊന്നും ഒരു സന്തോഷം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയി. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം അതിന്റെ ഇടയ്ക്ക് എന്റെ രണ്ടാമത്തെ മോള് സുവിശേഷ വേലയ്ക്കായിട്ട് ആദ്യം അവള് +2 കഴിഞ്ഞിട്ട് ഉടനെ നവജീവിതത്തിലേക്ക് ബൈബിൾ കോളേജ് പഠിക്കാനായിട്ട് 3 വർഷം പോയി. അതിനുശേഷം അവിടുന്ന് OMA പഠിക്കാനായിട്ട് അവിടെ 10 വർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ ലേഡീസ് മിനിസ്ട്രി ഒക്കെ ചെയ്യും ഇവിടെ. അങ്ങനെ അവള് 10 വർഷത്തോളം OMA ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു ആരാധന മാറുവാൻ ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ വീട്ടിലോട്ട് മാറി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആരാധന നടക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എന്റെ എന്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഒരു മകള് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബന്ധുക്കോസിലെ ഭാഷമാരൊക്കെ വിളിച്ചു അവരുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുമായിരുന്നു. അപ്പൊ എന്നോട് അവര് ഞാട് കൊടുത്ത് കൂട്ടായ്മയ്ക്ക് വരുന്നവരാ. ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, വാ അവിടെ ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാനും എന്റെ അനിയത്തിയും വേറെ 2-3 സഹോദരിമാരൊക്കെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞ് അവിടെ നല്ല നല്ല വചനമൊക്കെ പറയുന്ന ഒരു ദൈവദാസൻ, നല്ല വചനമായിരുന്നു. അപ്പൊ കുറെ അമ്മച്ചിമാര് കൊണ്ട് ഇവര് എന്തൊക്കെയോ പറയുകയും കൈയടിക്കുകയും തുള്ളുകയും ചാടുകയും ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെന്നാന്നോർത്ത് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇവരെന്നാ കാണിക്കുന്നറിയാം. ഇടയ്ക്കിടയ്ക്ക് നോക്കും ഞാനൊന്ന്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു ഇതൊക്കെ കണ്ടപ്പോ. അങ്ങനെ ഞാനിതെല്ലാം കണ്ട് സന്തോഷിച്ച് ഞാൻ വീട്ടിൽ പോയി ചെന്നിട്ട് എല്ലാവരുടെ അടുത്ത് ഞാൻ ഇവര് കാണിച്ച പോലെ തന്നെ കാണിച്ച് കളിയാക്കി കൈയടിച്ച് ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞു എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ചിരിച്ച് ഞാൻ കണ്ടവാനും അങ്ങ് ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ ആ ദിവസം ഞാൻ കിടന്നുറങ്ങുവാണ് രാത്രിയിൽ. അങ്ങനെ കിടന്നുറങ്ങിയപ്പോഴും ഞാൻ ഈ കട്ടിലിന്റെ സൈഡിൽ കിടക്കുന്നു, അച്ചായൻ എന്റെ അപ്പുറത്ത് കിടക്കും. അപ്പൊ എപ്പോഴോ ഒരു രാത്രിയില് പെട്ടെന്ന് ആരും എന്റെ അടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഈ വ്യക്തിയുടെ ശ്വാസം എന്റെ മേത്ത് അടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ചാച്ചാ ആരാണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ നോക്കിയപ്പം ആരും കാണാനില്ല. പിന്നെ ഞാൻ കിടന്നു. ആ നിമിഷം തൊട്ടൊരു വലിയ ഭയം എന്റെ ഉള്ളിലോട്ട് അങ്ങ് കയറി. ഉള്ളിലോട്ടൊരു വലിയ മഹാഭയം പിടിപെട്ടു. എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ തൊട്ട് ആരോ എന്നെ ഇങ്ങനെ പിന്തുടരുന്ന പോലെ എനിക്ക് തോന്നി. എപ്പോഴും ഞാൻ നടക്കുമ്പോൾ, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ 2-3 ആഴ്ചകളൊക്കെ അങ്ങ് കടന്നുപോയി. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തിന്നെ കൂടെ ചവിട്ടി ആരോ കയറി വരുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. നോക്കുമ്പോൾ ആരെയും കാണത്തില്ല. അങ്ങനെ ഭയം എന്ന് പറഞ്ഞാൽ ഭയങ്കര മരിക്കുന്ന പോലുള്ള ഭയം പിടിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇടത്തും വലത്തും പിള്ളേരെ 2 പേരെ ഇരുത്തിയിട്ട് നടക്കിരുന്നുണ്ടോ പ്രാർത്ഥന, നിങ്ങൾ മാറിപ്പോകരുത് എന്നും പറഞ്ഞുണ്ട്. ഞാൻ അച്ചായനോട് പറഞ്ഞു എന്റെ തോന്നലായിരിക്കും എന്ന്. വേറെ ആരോടും പറഞ്ഞില്ല ഞാനിങ്ങനെ. എന്നിട്ട് ഞാൻ ഒരു ദിവസം തന്നെ ഇങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ശബ്ദം അന്നേരം ഉണ്ട്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നടന്ന് എന്റെ പുറകെ വരുന്നുണ്ട്. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഇല്ല. അങ്ങനെ പോയി ഞാൻ കുറച്ചങ്ങോട്ട് ചെന്ന് ആരോ എന്നെ അവിടെ പിടിച്ച് നിർത്തിയ പോലെ ഞാൻ അവിടെ നിന്നിട്ട് തൊട്ട് മുമ്പിൽ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സുവിശേഷകനുണ്ടായിരുന്നു അവിടെ. അവരുടെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആരോ എന്നെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അങ്ങോട്ട് യാന്ത്രികമായിട്ട് അങ്ങ് നടന്നുപോയി അവിടെ ചെന്നപ്പോ ആ സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് ഞാൻ അങ്ങ് കരഞ്ഞിട്ട് അവരോട് പറഞ്ഞു എന്റെ സഹോദരൻ എനിക്ക് എന്തോ പറ്റി, ഞാൻ മരിക്കാൻ പോവുക.
എന്ന് പറഞ്ഞു. അന്നേരം സൗകര്യക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്നൊരു പാവം ചെയ്തിട്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് അറിയാവുന്ന പാവം പിള്ളേരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു. സഹോദരാ, ആരോടും വൈരാഗ്യമുണ്ടോ? വൈരാഗ്യമൊന്നുമില്ല, അതെല്ലാം ഞാൻ പറഞ്ഞു നിരപ്പായി, എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇപ്പൊ ആ സഹോദരി ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, ആന്റി ഈ നാളുകൾ എവിടെയെങ്കിലും മീറ്റിങ്ങിനോ പ്രാർത്ഥനയ്ക്കോ വല്ലതും പോയിട്ടുണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പോയി. എന്നിട്ട് എന്താ അവിടെ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അത് കണ്ട് ഇങ്ങനെ ചിരിച്ചു കളിയാക്കി അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടാ ഇപ്പൊ ഏറ്റു പറഞ്ഞു, ഇപ്പൊ ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചോ വിടുതലാണെന്ന് അവര് പറഞ്ഞു. അപ്പൊ എനിക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എന്നാന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതൊക്കെയായാലും ഞാൻ കർത്താവിനോട്, എന്റെ കർത്താവേ, എന്റെ അറിവില്ലായ്മയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്നിങ്ങനെ കൈകൂപ്പി കണ്ണുനീരൊഴുക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു. കൈകൂപ്പി പിടിച്ച് തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എന്റെ എന്തോ ഒരു വലിയ ഭാരം എനിക്കങ്ങ് മാറിപ്പോയിട്ട് ഞാനിങ്ങനെ കനമില്ലാത്ത അവസ്ഥയിലോട്ടായിപ്പോയി. എന്റെ വിഷമവും പോയി, എന്റെ പേടിയും പോയി, എന്റെ സങ്കടം എല്ലാം പോയി. ഞാനങ്ങ് ഫ്രീ ആയി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഫ്രീ ആയി, എനിക്ക് മാറ്റം ഉണ്ടായത്, ആദ്യപ്പോ ആ ഭയമൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞപ്പോ അവർക്ക് പോലും അങ്ങ് അതിശയായി പോയി. എന്നിട്ട് ഞാൻ ഓടി വീട്ടിലോട്ട് പോയത്. പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷം പിന്നെ എനിക്ക് ഈ പ്രാർത്ഥനയ്ക്കും ഈ കൂട്ടായ്മയ്ക്കും ഒന്നും വലിയ താല്പര്യമില്ലാതായിപ്പോയി. ഞാൻ ഇടയ്ക്ക് എന്നിട്ട് പെന്തക്കോസ്തിലെ പാസ്റ്റർമാരെ ഇടയ്ക്ക് എടുത്ത് പോയി അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും അവരെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയോ ചെയ്യായിരുന്നു. അങ്ങനെ അന്നേരം എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, സിവിൽ സപ്ലൈസിൽ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ആ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഈ പാസ്റ്റർമാരെ വിളിച്ച് വീട്ടിൽ പ്രാർത്ഥന നടത്തും. അപ്പൊ ഈ കൂട്ടായ്മ നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ ശുശ്രൂഷയായി ഇവിടുന്നൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 2002 ഫുൾ ടൈം മിനിസ്ട്രിക്കായിട്ട്, ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളുടെ ദേശത്തു നിന്ന് ഞങ്ങള് തൃശ്ശൂരിന്റെ ദേശത്തേക്ക് പോരുവാനായിട്ട് ഇടയായി. അപ്പൊ ഞങ്ങളെ ഈ ഒരു ചർച്ചുമായിട്ട്, ഇങ്ങനെയുള്ള ചർച്ചുമായിട്ട് പരിചയപ്പെടുന്ന അച്ചായന്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങളുടെ കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്ന ഒരു സഹോദരനാണ്, മാത്യൂസ് എന്നാണ് അവന്റെ പേര്. മാത്യൂസ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നു ഞങ്ങളോട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് മാത്യൂസ് തന്നെയാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് തൃശ്ശൂര് ഉള്ള സഭയായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങളെ അവിടുന്ന് 2002 ഞങ്ങൾ അവിടുന്ന് ഫുൾ ടൈം വേലയ്ക്കായിട്ട് തൃശ്ശൂര് ഞങ്ങളുടെ കുടുംബമായിട്ട് പോരുവാണ്. രണ്ടാമത്തെ മകൾ ബൈബിൾ കോളേജ് പഠിക്കുന്നു. ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. ഞങ്ങൾക്ക് അഭിഷേകമില്ല. ഒരു പെന്തക്കോസ്ത് സഭയിലെ ഒരു പഴയൊരു സഭയിൽ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. സഭ ഞങ്ങൾക്ക് കിട്ടി. അവിടെ ഞങ്ങൾ ആരാധന ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും അഭിഷേകമില്ല. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ലാതെ ആണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഞായറാഴ്ച ദിവസം വിശ്വാസികളെല്ലാം നല്ല അന്യഭാഷയിലും പാട്ടുപാടിയൊക്കെ ആരാധിക്കുമ്പോൾ ഞാനിങ്ങനെ കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക ഞങ്ങളുടെ സഭയിൽ. നടന്നപ്പോ അവിടെ എൻ്റെ ഒരു ദേവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോ, വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോ എൻ്റെ 12 വയസ്സുള്ള ഇളയ മകള് വന്യഭാഷയിൽ ആരാധിച്ച് കൈയടിച്ച് അവള് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ഞാനിങ്ങനെ കാണുക. ഞാൻ അന്നേരം ഓർത്ത്, കർത്താവ് ഇത് സത്യമാണല്ലോ, ഏതൊക്കെയായാലും പ്രായമുള്ളതല്ലേ, 12 വയസ്സുള്ള എൻ്റെ ഈ കുഞ്ഞ് ഏതായാലും കള്ളത്തരം കാണിക്കുകയല്ലോ. ഇങ്ങനെ ഓർത്തിട്ട് എനിക്കും വേണം, ഇങ്ങനെ എനിക്കും അഭിഷേകം വേണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ച് അന്ന് ദൈവം ശുശ്രൂഷിച്ച ദേവദാസനോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ സജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്കും അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ പാസ്റ്ററിനോട് പറഞ്ഞു, ആന്റി ആരോടെങ്കിലും ശത്രുതയോ വൈരാഗ്യമോ എന്തെങ്കിലും കയറ്റി പറഞ്ഞ് ഉപേക്ഷിച്ച് ആന്റി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നു, ദൈവം ഒരടയാളം രാത്രി കാലം കാണിക്കുന്നതിനോട്. ഞാൻ അതുപോലെ തന്നെ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാത്രിയിൽ ഞാനിങ്ങനെ കാണുവാണ്, ഒരു ബെഞ്ച് ഇങ്ങനെ കിടക്കുന്ന, ആ ബെഞ്ചിന്റെ സൈഡിൽ ഞാൻ ഇരിക്കുന്നു. അതിന്റെ സൈഡിന്റെ താഴെ ഒരു കലത്തിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക, തീ കത്തുന്നുണ്ട് അടുപ്പിൽ. ആ തീ ഇങ്ങനെ കത്തി എന്റെ സാരി തുമ്പയിലോട്ട് കയറി തീ പിടിച്ചിട്ട് മൊത്തം ഞാൻ കത്തി ആളി പടർന്ന് ഇങ്ങോട്ട് കയറി. പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല, പൊള്ളിയില്ല, ഞാൻ കരിഞ്ഞുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഫുള്ളായിട്ടും കത്തിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ കണ്ണു തുറന്നു. അപ്പം പിറ്റേ ദിവസം ആ ദേവദാസൻ തന്നെ ശുശ്രൂഷിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഭാഷ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. ശരി ആന്റി പ്രാർത്ഥനയോടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് ശുശ്രൂഷ ആരംഭിച്ചു. ആ ദേവദാസൻ എന്റെ തലയിൽ വന്ന് കൈ വെച്ചു, പ്രാർത്ഥിച്ചു. ഞാന് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, എന്താണെന്ന് എനിക്ക് നാവിന്റെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല.
ഞാൻ അവിടുന്ന് ചാടുവാണ്. നിലത്തിന്റെ കാലുറയ്ക്കുന്നില്ല, കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല, കയ്യടി നിർത്താൻ പറ്റുന്നില്ല, പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷം, മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ 4 മണി വരെ ഞാനിങ്ങനെ അന്യഭാഷ എന്റെ കർത്താവിനെ ഇങ്ങനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടായി. എല്ലാ കാര്യത്തിലും, എൻ്റെ രീതിക്കും സ്വഭാവത്തിനും ഇടപാടിലും വചനം വായിക്കുമ്പോഴും ആ കൂടെ തന്നെ എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പാടും കൂടെ നൽകി തന്നു. പിന്നീട് ഓരോ വീടുകളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഓരോ കാഴ്ചകൾ, അവിടുത്തെ ഓരോ പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നതും അവിടെയുള്ള തടസ്സങ്ങൾ എന്താണെന്നൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ എനിക്കത് വെളിപ്പാടാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഞാനിങ്ങനെ കാണുന്നുണ്ടെന്ന് ഒരുപാട് പേരോടൊക്കെ പറയുമ്പോൾ അവരൊന്നും എന്നോടൊന്നും പറഞ്ഞു തന്നില്ല. ഞാനിങ്ങനെ കാണും, പറയും, അതങ്ങ് മറന്നു കളയും. അങ്ങനെ കുറെ നാളങ്ങ് അങ്ങനെ നടന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്ഥലം മാറി വേറൊരു ദേശത്തേക്ക് ഞങ്ങളെ സ്ഥലം മാറ്റമുണ്ടായി. ആ മാറ്റമുണ്ടായി. അവിടെ ചെന്നപ്പോൾ ഒരു കൊടുങ്കാട്ടിലായിരുന്നു ഞങ്ങളെ കടന്നുപോയത്. അവിടെ അധികം വിശ്വാസികളൊന്നും ഇല്ല. കാടും ക്ഷുദ്രജീവികളും പാമ്പും മെഴുതാരി അങ്ങനെയൊക്കെ ഉള്ളൊരു കാട്. കാട്ടുപ്രദേശത്തെ ഒരു ചർച്ച് ആരോ ഫ്രീ ആയിട്ട് കൊടുത്ത ഒരു ചർച്ച് ഹോളിൽ ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ നിന്നപ്പോഴും അച്ചായന് അഭിഷേകം പ്രാപിച്ചില്ലായിരുന്നു അവിടെ ചെന്നപ്പോഴും. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അന്നേരം ഇങ്ങനെല്ലാം ഞാൻ അവിടുത്തെ ഓരോ കാഴ്ചകളും കാണുന്നുണ്ട്, ഓരോ വ്യക്തികളെ കാണുന്നുണ്ട്. ആ വ്യക്തികളെയൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇറങ്ങുമ്പോൾ, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കണ്ടുമുട്ടുകയും ചെയ്യും. അത് അതിനെക്കുറിച്ച് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു ദേവദാസൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാണുന്നുണ്ട് വർഷങ്ങൾക്ക്. അന്നേരം ആ ദേവദാസൻ KT തോമസ് എന്ന് പറയും, അദ്ദേഹം പാലക്കാട് ഉള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആന്റി അതാണ് വെളിപ്പാട്. അത് കാണുമ്പോൾ ആന്റിനി ഒരിക്കലും കണ്ണു തുറക്കരുത്, അത് മുഴുവൻ കാണുന്നിടം വരെ. ഞാൻ എൻ്റെ ഇടയ്ക്ക് കണ്ണു തുറക്കുമായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ. അങ്ങനെ കണ്ണു തുറക്കരുത്, അങ്ങനെ കണ്ണടച്ചുകൊണ്ടിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം എന്ന് പറയും. ഓരോ ബന്ധനങ്ങളും കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ദൈവം കാണിച്ചു തരുന്നേ. അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് അത് വെളിപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ആ കാട്ടുപ്രദേശത്ത് ഞങ്ങൾ രണ്ടുപേരും വളരെ ആ നാടുകളിലൊക്കെ വളരെ ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളുമായിരുന്നു. ഞങ്ങൾ അവിടെ വിശ്വാസികളായിട്ട് ആരുമില്ല, അതേ സാമ്പത്തികം സപ്പോർട്ട് ഇല്ല, കുഞ്ഞിനെ പഠിപ്പിക്കുന്ന, അങ്ങനെ ഒത്തിരി ഞെരുക്കത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒത്തിരി ദാരിദ്ര്യവും ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചെന്നാലും ഞങ്ങൾ ഓരോ വീട്ടിലും കടന്നുപോയി. ആ ദേശത്ത് മുഴുവനും ഞങ്ങളുടെ കർത്താവിന്റെ സുവിശേഷം പറഞ്ഞ് കർത്താവിന്റെ സ്നേഹം എല്ലാം അറിയിച്ചിട്ടുണ്ട്. 56 കുടുംബക്കാരാണ് ആ കാട്ടിൽ താമസിക്കുന്നത്. അവരൊക്കെ യാക്കോക്കാരാണ്. ഒന്നോ രണ്ടോ ഹിന്ദുക്കള്. അവരാരും ആ ആലയത്തിലൊന്നും കാല് കുത്തിയിട്ടില്ലായിരുന്നു, ഒരിക്കലും വരികയില്ലായിരുന്നു. അവിടെ വന്ന പാസ്റ്റർമാരോടൊക്കെ അവര് എന്തിനോ ഒക്കെ എതിർപ്പായിരുന്നു. പക്ഷെ ഞങ്ങള് ചെന്ന് അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ അവരെ വിളിച്ച് അവരെല്ലാവരും കടന്നു വരും. എല്ലാവരും കടന്നു വന്ന് എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് കൊണ്ടുതരും. ചക്ക, മാങ്ങ, അരി, എണ്ണ, തേങ്ങ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് അവർ തന്നെ വന്ന് പാചകം ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് സന്തോഷിച്ചത് ഭക്ഷിച്ചു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച്. അവർ കുറെ പേരൊക്കെ രക്ഷിക്കപ്പെട്ടു എങ്കിലും പിന്നെ അവരെല്ലാം ഞങ്ങളോട് വലിയ സഹകരണവും സ്നേഹവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ കാട്ടിൽ നിന്ന് 4.5 കിലോമീറ്റർ നടന്നാലേ ഒരു സിറ്റിക്ക്, ടൗണിലോട്ട് വരാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞാ കൊടുങ്കാട്ടിലൂടെ ഒക്കെ നടന്നാണ് പഠിക്കാനൊക്കെ ദൂരം കിലോമീറ്റർ പോയ ഒത്തിരി പട്ടിണിയൊക്കെ ആ കുഞ്ഞ് കിടന്നിട്ടുണ്ട്. അന്നേരം അവള് ഞങ്ങളോട് പറയും, എന്നെ നിങ്ങൾ പഠിപ്പിക്കുക, കഷ്ടപ്പെട്ട് പഠിപ്പിക്കുക, ഞാൻ ജോലി ചെയ്ത് നിങ്ങളുടെ ശുശ്രൂഷ ഞാൻ സഹായിക്കാം എന്ന് അവള് പറയായിരുന്നു. അങ്ങനെ അവളെ ഞങ്ങൾ പഠിപ്പിച്ചു. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ടൗണിലോട്ട് ഇറങ്ങി വരണം, അല്ലാതെ അവിടെ ഇല്ലെന്ന് ഓർത്തിട്ട് അവിടെ വന്ന് ഒരു വീട് കിടപ്പുണ്ടായിരുന്നു. ഒരു മുസ്ലിമിന്റെ വീടാണ്. ആ വീട് നല്ല വീടാണ്. അത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തൊരു വീടാണ്. അവിടെ ആൾക്കാർക്ക് വരാനെല്ലാം സൗകര്യം. അത് അടച്ചിട്ടേക്കുന്ന ഒരു വീടായിരുന്നു. ഞങ്ങളത് പോയി നോക്കി അതിന്റെ ഗേറ്റേ പിടിച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടണേ തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ആ വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം ചെന്നപ്പം ആ വീട്ടിലെ അണ്ണൻ അവിടെ പെയിന്റ് അടിക്കുകയൊക്കെ ആയിരുന്നു. അണ്ണനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇത് തരാവോ, എന്നാ ഞങ്ങൾക്ക് പ്രാർത്ഥന നടത്താനാന്ന് പറഞ്ഞു. നസറാണി നിങ്ങൾക്ക് തരികയായിരുന്നു പറഞ്ഞു. അത് പിന്നെ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. അന്നേരം പിന്നെ ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ വീട്ടില് ഇങ്ങനെ ആരാധന നടത്തുന്നു, അവിടെ വന്ന് രോഗികൾ സൗഖ്യമാകുന്നതും ഒത്തിരി പേര് കടന്നു വരുന്നതായിട്ടൊക്കെ ഞാനിങ്ങനെ ദർശനത്തിൽ എന്നെ കർത്താവ് കാണിച്ചു. ഞാൻ കയറി ചെന്നപ്പോ അതേ കോള് തന്നെ ഞാൻ കണ്ട അതേ കോള്. അതുകൊണ്ട് ഞാൻ അത് തന്നെ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ എണ്ണം പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓർത്ത് തരുമല്ലോ എന്ന് ഓർത്ത് ചെന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവരവരുടെ കുട്ടിപ്പെട്ട ഒരാൾക്ക് തന്നെ അത് കൊടുക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു.
21-ാമത്തെ ദിവസം ആ വീട്ടുകാർ അവിടെ നിന്ന് ഓടിച്ചു വിടുക. ഞങ്ങൾ പറഞ്ഞു, ദൂതന്മാരെ ഇറക്കി ഓടിച്ചു വിടണേ കർത്താവ്, എന്നിട്ട് ഞങ്ങൾക്ക് തരണം, ആരാധന നടത്താനാന്ന് പ്രാർത്ഥിച്ചതുപോലെ തന്നെ അവര് ഓടിപ്പോയി അവിടുന്ന്. അവരെ ആരൊക്കെ കല്ലെറിഞ്ഞ് അവരെ അവിടുന്ന് പേടിച്ച് അവർ ഓടിപ്പോയിട്ടെറിഞ്ഞ്. ഞങ്ങൾ ചെന്നപ്പോ അതിങ്ങനെ എല്ലാം അവരുടെ സാധനങ്ങളൊക്കെ നിരന്നൊക്കെ കിടക്കുക. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഈ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ആ അണ്ണന്റെ ചെവി രാത്രി 8 മണിക്ക് ആരോ പറയും, ആ പാസ്റ്റർക്ക് ആ വീട് കൊടുക്കുന്ന ആരോ എന്നോട് പറയുവാണ്. അതുകൊണ്ട് പാസ്റ്റർ രാവിലെ ഒന്ന് താക്കോല് മേടിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ അവരുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ആ താക്കോൽ ഞങ്ങളുടെ കയ്യിൽ, ഒരു എഗ്രിമെന്റ് പോലും എഴുതാതെ താക്കോൽ ഞങ്ങളുടെ കയ്യിൽ തന്നു. അവിടെ ഞങ്ങള് പ്രാർത്ഥന ആരംഭിച്ചു. ആൾക്കാർ വരാൻ തുടങ്ങി കൂട്ടത്തോടെ. ഒരുപാട് രോഗികൾ വന്നു, ഭൂതബാധിതർ വന്നു, അവർക്കെല്ലാം വിടുതലുണ്ടായി. അങ്ങനെ സഭ ശക്തമായിട്ട് വളർന്നു. അവിടെ ഞങ്ങള് വലിയ ശുശ്രൂഷയിലൊക്കെ ആയി. ഞാൻ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു സഹോദരിമാരുടെ മിനിസ്ട്രി, ഒരു പ്രയർ ടവർ എനിക്ക് തുടങ്ങണം, സഹോദരിമാരുടെ ഇടയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ ഞാനും അതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങള് എനിക്ക് സഭയൊക്കെ വേറൊരു യുവാസിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ എറണാകുളത്തിന്റെ പ്രദേശത്തേക്ക് പ്രവർത്തിക്കാനായിട്ട് വരിക 2013 ഞങ്ങൾ എറണാകുളത്ത് വന്നു. എവിടെയാ എന്തായതൊന്നും അറിയാതെ ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങളൊരു ചെറിയ വീടെടുത്ത് ഇങ്ങനെ വാടകയ്ക്ക് താമസിച്ചിട്ട് ആരാധനയ്ക്ക് ഒരിടത്തും പോയില്ല. അത് കുറച്ച് കഴിഞ്ഞും പല സഭകളിലും പോയപ്പോൾ അവരെല്ലാം ദേവദാസന്മാരെല്ലാം പറഞ്ഞു ഞങ്ങളുടെ കൂടെ കുടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒന്നും വേണ്ടിയില്ല. ആരാധനയ്ക്കൊക്കെ പോയി ഇങ്ങനെ നടന്നപ്പോ ഈ എന്നെ കട്ടപ്പന വെച്ച് അവരുടെ വീട്ടിൽ പോയി ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ആ കുടുംബക്കാർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. എറണാകുളത്ത് ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ദിവസം സിറ്റിയിലോട്ട് ഇറങ്ങിയപ്പോ ഈ സഹോദരൻ അവിടെ നിൽക്കുക. സഹോദരൻ ഓടി വന്നു, സഹോദരി എന്താ നിങ്ങൾ ഇവിടെ? ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ ഇപ്പൊ താമസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വർത്താനം പറഞ്ഞ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് പറഞ്ഞു, ഇവിടെ ഒരു IPC പാസ്റ്റർ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാസ്റ്റർ വീട്ടിലോട്ട് എന്നെ കയറ്റി വിട്ടു. അവിടെ ചെന്നപ്പം എൻ്റെ മൂത്ത മരുമകൻ ഷാജിയുടെ കൂടെ പഠിച്ച പാസ്റ്റർ, ആ പാസ്റ്ററുടെ പിതാവ് അവിടെ എൻ്റെ മരുമകൻ്റെ ഒക്കെ പാസ്റ്ററായിട്ട് ഇരുന്ന അങ്ങനെ നല്ല ബന്ധമുണ്ട്. പിന്നീട് അതാണ് അറിഞ്ഞു കുറെ കഴിഞ്ഞ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ആ പാസ്റ്ററിനോട് പറഞ്ഞാൽ, എന്നാ ആരാധനയ്ക്ക് നിങ്ങൾ അവിടെ വാ, IPC സഭ തന്നെയാണ്. പിറ്റേ ഞായറാഴ്ച ഞാനും മോളും ഞങ്ങൾ അവിടെ പോകാനായിട്ട്. ഞങ്ങളുടെ സുവിശേഷ വേലക്കാരൊന്നും അവരോട് പറഞ്ഞില്ല. ഞങ്ങള് ഒരു പ്രവർത്തന സ്ഥലം ഇതിന്റെ ഇടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്നു പോകാനായിട്ട്. ഇങ്ങനെ എവിടെയാണെന്ന് കർത്താവിനോട് ചോദിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടും ഇരുന്നു. അങ്ങനെ ഞങ്ങൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അച്ചായനൊരു സാക്ഷ്യം പറഞ്ഞു, ഞങ്ങളുടെ സുവിശേഷ വേലക്കാരൻ ഞങ്ങൾ ഈ സഭയിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ്. ഞാൻ അച്ചായൻ സാക്ഷ്യം പറഞ്ഞ് അവിടെ ഇരുന്നതേ ഒരങ്കിൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകണ്ട, നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് നിങ്ങൾക്കുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യാം. നിങ്ങളൊരു വേല സ്ഥലം എടുത്ത് അവിടെ പ്രവർത്തിച്ചു, അതിനുള്ള സപ്പോർട്ട് ദൈവസഭയും ചെയ്യാം, ഞാനും ചെയ്യാന്ന് അങ്ങനെ പറഞ്ഞു. ഞങ്ങളെ അവർ വിട്ടില്ല, അവിടെ നിർത്തി. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വീടെടുത്ത് അവിടെ പ്രവർത്തിച്ച് ആ ദേശത്ത് മുഴുവൻ ഞങ്ങൾ ട്രാക്ട് വിതരണം ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ സഭയോട് ചേർന്ന് നിന്നിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ സ്വന്തമായിട്ട് ഞങ്ങള് ആ ചർച്ചുകാർ തന്നെ ഞങ്ങളെ വിട്ടതാ. അങ്ങനെ ഒരു പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചു. അത് ഞങ്ങളിപ്പോ ആലുവ ടൗണില് ഓഡിറ്റോറിയത്തിലാണ് ആരാധന നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഇതിപ്പോ ഞാന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ അതിനിടയ്ക്ക് 2002 എൻ്റെ മൂത്ത മകളുടെ വിവാഹം നടന്നു. തൃശ്ശൂർ വെച്ചാണ് അത് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു തൃശ്ശൂര് ഉള്ളവരൊന്നും ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളെ ഞങ്ങൾക്ക് തരണം കർത്താവ്, ഞങ്ങളുടെ മോൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് അന്ന് ഞങ്ങളുടെ മരുമകന്റെ പേര് ഷാജി. അവൻ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ വർഷം തന്നെ അവരുടെ വിവാഹം നടന്നു. ശേഷം 2 കുഞ്ഞുങ്ങളെ വിവാഹം ഒക്കെ നടക്കാനുണ്ട്. അതൊക്കെ ഞങ്ങൾ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ രാത്രി പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്കൊരു സൗകര്യമാരുടെ പ്രയർ ടവർ പ്രാർത്ഥന ആരംഭിക്കണമല്ലോ, അവരുടെ ഇടയിൽ പ്രവർത്തന സുവിശേഷ വേല ചെയ്യണമല്ലോ, അതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി 12 മണിയായപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നെ ഇങ്ങനെ ഒരു സ്ഥലം എഴുതി കാണിച്ചു. പെരുമ്പാവൂര് എന്നിങ്ങനെ വണ്ടിയുടെ മുകളിലൊക്കെ എഴുതി കാണിക്കുന്ന പോലെ ഇങ്ങനെ എഴുതി കാണിച്ചു. ഞങ്ങൾ അത് വെച്ച് പിന്നെ പ്രാർത്ഥിച്ചിട്ട് പെരുമ്പാവൂരെല്ലാം പോയി അന്വേഷിച്ചു. അന്വേഷിച്ചിട്ട് അപ്പൊ അവിടെ ഒരു വീട് കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് താമസിക്കാനാണെന്ന് ഓർത്ത് ഞങ്ങൾ ആ വീട്ടിൽ ഇങ്ങനെ ഒരു 3-4 മാസം ഒരു വീടെടുത്ത് അവിടെ താമസിച്ചിട്ട് പിന്നെ ഞങ്ങൾ
ഞങ്ങളുടെ പ്രവർത്തനം ആലുവയിലായതുകൊണ്ട് ഞങ്ങൾ ആലുവയിലേക്ക് തിരിച്ചിങ്ങ് പോന്നു. പോന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ വിഷയം ഇങ്ങനെ ഞാൻ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രയർ ടവർ എനിക്ക് ആരംഭിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സാമ്പത്തികം എല്ലാം കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. ഞാൻ ഈ ഒരു പ്രയർ ടവർ നടത്തുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു അവിടെ അടുത്ത്. അദ്ദേഹം തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നില്ല. അവിടെ അടുത്തൊരു പ്രയർ ടവർ സൗകര്യമാരും ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ദേവദാസൻ വന്നപ്പോൾ പറഞ്ഞു എനിക്കിനി പെരുമ്പാവൂർ ഒരു പ്രയർ ടവർ ആരംഭിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെന്നെ അമ്മാമ്മയെ തുടങ്ങിക്കോ, ഞങ്ങൾ പെരുമ്പാവൂർ ഒരു ഇങ്ങനെ പ്രയർ ടവർ ആരംഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3-4 പേര് എന്നോട് ചോദിച്ചിട്ടൊന്നും ദൈവത്തിന്റെ നടത്തിപ്പ് കണ്ടില്ല, അവരെയൊന്നും ഞാൻ എടുത്തില്ല. അമ്മാമ ധൈര്യമായിട്ട് തുടങ്ങിക്കാനുള്ള സപ്പോർട്ടെല്ലാം ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഒരു വീടെടുത്തു. ഒരു റൂം എടുത്തു. ഞങ്ങൾ ഒരു റൂം എടുത്തിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേന് അതിന് വാതകമില്ല, കതവുമില്ല. അപ്പൊ ദേവദാസൻ തിരുവനന്തപുരത്ത് നിന്ന് കുറെ സാധനങ്ങളും കട്ടിലും അങ്ങനെയുള്ള ആ റൂമിൽ ഇടാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് വണ്ടിയെ വന്നുകൊണ്ടിരിക്കുക. ആ റൂം എടുക്കാനൊട്ട് പറ്റുകയില്ല. കുറച്ച് ഉള്ളിലോട്ടായി, ശകലം ഉള്ളിലോട്ടായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക, വാതിലൊന്നും ഇല്ലാതിരിക്കാനും പറ്റിയില്ല. അങ്ങനെ നിരാശപ്പെട്ട് തകർന്ന് ഇങ്ങനെ ഞാൻ നിൽക്കും. ആ സാധനങ്ങളെല്ലാം കൊണ്ട് ഇത് പറഞ്ഞപ്പോൾ ദേവദാസൻ തിരിച്ചങ്ങോട്ട് തിരിച്ച് ഈ സാധനങ്ങളെല്ലാം ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ആ വഴിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അന്നേരം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ലാലച്ചൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്, ഞങ്ങൾ അറിയുന്ന, ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി. ആ ലാലച്ചൻ പാസ്റ്റർ അടുത്ത് പോകാനായിട്ട് പറയുക ആ വഴിയിൽ നിന്നും. ഞാൻ അച്ചായനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് ലാലച്ചൻ പാസ്റ്റർ അടുത്ത് പോകണം. എന്തിനാ ഇപ്പൊ അവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ, വാ നമുക്ക് പോവാന്ന് പറഞ്ഞു. പോയി അവിടെ ചെന്ന് ആ പാസ്റ്ററോട് ഇങ്ങനെ ഞാൻ അച്ചാച്ചൻ അങ്ങോട്ട് മാറിപ്പോയി. ഞാൻ ഈ പാസ്റ്ററോട് പറഞ്ഞ, പാസ്റ്റർ ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നാൽ നടന്നിരുന്നു. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ കിടപ്പുണ്ട്, നിങ്ങൾ ചോദിക്കാൻ പറ്റും. അന്നേരം ഞങ്ങൾ അവിടുന്ന് പോകുന്നു. അവിടെ ഒരു ഓർത്തഡോക്സുകാരനാ, അദ്ദേഹം ഫാർമസി ഒക്കെ നടത്തുന്ന ഒരാളാണ്. ഞങ്ങൾ ചെന്ന് ചോദിക്കുക, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിക്കോട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുകയും, നിങ്ങൾ നാളെ തന്നെ തുടങ്ങിക്കണം. ഒരു നല്ലൊരു അപ്പാർട്ട്മെന്റ്, ഒരു ചെറിയ കുടുംബക്കാർക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് അത് ഞങ്ങൾക്ക് തന്നു. അപ്പോഴേ ദൈവദാസനോട് വിളിച്ചു പറഞ്ഞു, അന്നേരം എഴുതിക്കോളാൻ പറഞ്ഞു. അന്നേരം എഴുതി പിറ്റേ ആഴ്ച തൊട്ട് ഞാൻ അവിടെ പ്രാർത്ഥന നടത്താൻ പോകും. എൻ്റെ കൂടെ ആരുമില്ല, ഒറ്റ സൗകര്യമാർ പോലും ഇല്ല. ഞാൻ തന്നെ അവിടെ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആരുമില്ലല്ലോ കർത്താവെ എന്ന് ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ ഒരു 3-4 സഹോദരിമാർ കയറി വരിക എൻ്റെ അടുത്തോട്ട്. അങ്ങനെ അന്ന് മുതൽ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഞങ്ങള് വലിയ തരത്തിൽ അവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ പരസ്യത്തിന് പോകും, അവരെ കൂട്ടിക്കൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോകും. ഞാൻ ചോറുമൊക്കെ പൊതിഞ്ഞു കെട്ടി എല്ലാവർക്കും വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ അവരെ കൂട്ടി ചെയ്ത് അങ്ങനെ കുറെ സഹോദരിമാരെന്ന് 2015 ഈ സംഭവം. അങ്ങനെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേനും എൻ്റെ രണ്ടാമത്തെ മോളുടെ വിവാഹം പ്രായമൊക്കെ അവൾക്കായി. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കല്യാണം എല്ലാം നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കല്യാണം പോലും നടക്കുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ വന്നപ്പം ഇതെല്ലാം മറ്റുള്ളവര് പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചു, ആന്റി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ആന്റിയുടെ മക്കളുടെ എല്ലാം നടക്കുന്നുണ്ടോ, ആന്റിയുടെ മോടെ മാത്രം കല്യാണം നടക്കാത്തത് എന്നാന്ന് ഇങ്ങനെ ചോദിച്ചത്. അങ്ങനെ പലരും അവിശ്വാസികൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്കായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടോ, മക്കളെ കിട്ടിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അത് വളരെ വേദന ആയിരുന്നു. അങ്ങനെ വേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഒരു സൗകര്യനോട് കർശനമായിട്ട് ചോദിച്ചു, ആന്റി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മകളുടെ കല്യാണം ഞാൻ നടക്കാത്തത് എന്നോട് കർശനമായിട്ട് ചോദിച്ചു. അത് എന്നെ മുഖത്ത് അടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കഥയെല്ലാം അടച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഒരുപാട് വീണുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇങ്ങനെ എന്നെ എൻ്റെ കർത്താവ് വേലയ്ക്കായിട്ട് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ വിവാഹം ഒരുമിച്ച് നടക്കാനായിട്ട് കർത്താവ് സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് 1-2 മണിക്കൂർ അവിടെ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ എഴുന്നേറ്റങ്ങ് പോയി. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയയുടെ ഒരു മാസിക അവിടെ കിടക്കുക. അതിനകത്ത് ഇങ്ങനെ വിവാഹത്തിന്റെ പരസ്യം കിടക്കുക. ഞാൻ വീട്ടിൽ ചെന്ന് ബാഗ് പോലും താത്തു വെച്ചില്ല. അന്നേരം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സുവിശേഷകനുണ്ട്. അവനൊരു സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള പെൺകുട്ടിയെ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം കണ്ടു. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നുണ്ട്, അവിടെ തന്നെ കസേരയിൽ ഇരുന്നുകൊണ്ട് ആ നമ്പറിൽ വിളിച്ചപ്പോഴത്തേനും ഈ ചെറുക്കന്റെ അളിയൻ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ ചെറുക്കന്റെ ചേട്ടൻ പാസ്റ്ററാണ്, പാസ്റ്റർ അങ്ങോട്ട് വിളിക്കും, പാസ്റ്റർക്ക് കാര്യങ്ങളൊക്കെ അന്നേരം പറഞ്ഞോളാന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. അത് കട്ടായി. പിന്നീട് ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ വിളിച്ച്, ആ പാസ്റ്റർ വീട്ടിലോട്ട് വരുക. അന്നേരം ഈ പിള്ളേർ 2 പേരും വീട്ടിലുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് മക്കളും അവിടെയുണ്ട്. അന്നേരം ഈ പാസ്റ്റർ എൻ്റെ രണ്ടാമത്തെ മോളെ കാണാനാണ് വന്നത്. അന്ന് കഴിഞ്ഞ് ഇവിടെ ചായ കൊണ്ട് ഇറങ്ങി ചെന്നപ്പോൾ അനിയത്തി, അവിടെ പേര് ഫേബ,
അവളും ഇതിന്റെ പുറകെ ഇങ്ങനെ ഇറങ്ങി ചെന്നപ്പോ ഇങ്ങനെ പരിചയപ്പെട്ടൊക്കെ വന്നപ്പോ ഈ കൊച്ചേക്കാന്ന് ചോദിച്ചു. നമുക്ക് ഇവിടെ അനിയത്തിയാ. ആ, അയ്യോ ഇതിനെ കൂടെ ഞങ്ങൾക്ക് തരുമോ, എനിക്കൊരു അനിയനും കൂടെ ഉണ്ടെന്ന്. അങ്ങനെ ആ ദേവദാസൻ പറഞ്ഞു. അതിനെന്താ തന്നേക്കാന്ന് ഞങ്ങളും പറഞ്ഞു. അങ്ങനെ ദേവദാസൻ വീട്ടിൽ പോയിട്ട് ഇവരെല്ലാം ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് 2-3 ദിവസം 3-4 ദിവസം കഴിഞ്ഞിട്ടും വിളിച്ചില്ല. പിള്ളേരന്നേരം രണ്ടാമത്തെ മോള് ബാംഗ്ലൂര് അവിടെ ഒരു കോളേജ് പഠിപ്പിക്കുന്നു. ഇളയ മോള് പിന്നെ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ പാസ്റ്റർ ചെറുക്കന്മാരൊക്കെ കൂടെ വന്നിട്ട് കല്യാണം രണ്ടുപേരുടെയും കൂടെ ഉറപ്പിച്ച്, രണ്ടുപേരുടെ എൻഗേജ്മെന്റും കല്യാണം എല്ലാം ഒരേ ഓഡിറ്റോറിയത്തില് മനോഹരമായിട്ട് ദൈവം നടത്തി തന്നു. അപ്പൊ ഞങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ സഭക്കാര് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത അങ്കിള് തന്നെ ഒരു കൊച്ചിനുള്ള പിന്നെ മുഴുവനും ആങ്കിളാ മുടക്കിയത്. ബാക്കി സഭക്കാരും എല്ലാവരും കൂടെ അവരാണ് കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്തി തന്നത്. അവരിപ്പോ തലയോലപ്പറമ്പെന്ന് ആ സ്ഥലത്ത് അവര് കുടുംബമായിട്ട് താമസിക്കുന്നു. അവര് ഭാഗികമായിട്ട് രണ്ടാമത്തെ മോള് ജോലിയോടുകൂടി അവര് സുവിശേഷ പ്രവർത്തനത്തിലാണ്. മൂത്ത മോളും കുടുംബവും കുഴൽമന്ന എന്ന് പറയുന്ന സ്ഥലത്ത് IPCയുടെ സഭാപ്രവർത്തനമായിട്ട് അവരും ആയിരിക്കുന്നു. അതുപോലെ അങ്ങനെ അവരുടെ വിവാഹം നടന്നവർക്ക് ഓരോ ആൺകുട്ടികളും ഉണ്ട്. ഓരോ ആൺകുട്ടികളും ഒക്കെ അവിടെ സുഖമായിട്ട് ജീവിക്കുന്ന ഇങ്ങനെ പ്രയർ ടവർ ഇങ്ങനെ. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ പ്രസവത്തോടു കൂടി ഞാൻ ആ പ്രയർ ടവർ നിർത്തി പോരേണ്ടതായിട്ട് വന്നു. രണ്ടുപേരും ഒരുപോലെ പ്രഗ്നന്റ് ആയതുകൊണ്ട് 6 മാസത്തെ ലീവ് എടുത്തപ്പോഴത്തേന് പിന്നെ അത് അടച്ച് ഇടേണ്ടി വന്നു. അത് കഴിഞ്ഞ് ചെല്ലാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഉടനെ പിന്നെ കോവിഡ് ആയതുകൊണ്ട് പിന്നെ തുറക്കാനും പോകാനും ഒന്നും ഒത്തില്ല. അത് കഴിഞ്ഞ് അന്നേരം ഞാൻ പ്രാർത്ഥിച്ചിട്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോവിഡിന് ശേഷം പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് അവിടെ തന്നെ പ്രയർ ടവർ ഇടാനായിട്ട് വന്നു. അത് പെരുമ്പാവൂരിന്ന് 3-4 കിലോമീറ്റർ അപ്പുറയുള്ള കുറുപ്പമ്പടിയിലായിരുന്നു എന്റെ പ്രയർ ടവർ. കുറുപ്പമ്പടി തന്നെ പ്രയർ ടവർ ഇടാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വാടകയ്ക്ക് ഒരു റൂമൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് അച്ചാച്ചന് പരിചയമുള്ള ഒരു അങ്കിൾ അവിടെ താമസിക്കുന്നു. ആ അങ്കിളിന്റെ വീട്ടിൽ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കയറി അന്വേഷിച്ച് നടന്നതിന്റെ കുറിച്ച് അവിടെ ചെന്നപ്പം ആ അങ്കിള് ഇങ്ങനെ ഈ പ്രയർ ടവറിന്റെ കാര്യം പറഞ്ഞ് പറയാം. ഞാനൊരു പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി എന്റെ വീടിന്റെ മുകളിൽ ഇട്ടുണ്ട്, നിങ്ങൾ പോയി നോക്ക് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരുക്കിയ മാളിക മുറി പോലെ ഒരു ഹോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് ആരും പ്രാർത്ഥിച്ചിട്ടില്ല. അവിടെ പ്രാർത്ഥന നടത്തിക്കോളാന്ന് പറഞ്ഞു. അവിടെ ഇപ്പൊ പ്രാർത്ഥന 10 പൈസ പോലും വാടക കൊടുക്കണ്ടാതെ അവിടെ ഇപ്പൊ പ്രാർത്ഥന നടക്കുന്നു. അനേക സഹോദരിമാര് കടന്നു വരുന്നുണ്ട്. വലിയ കഷ്ടതയിലൂടെ ഞെരുക്കത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന സഹോദരിമാരാണ്. അവർക്ക് ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ലാത്ത സഹോദരിമാരാ. പ്രാർത്ഥിക്കാനും ലീഡ് ചെയ്യാനും ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കിയെടുക്കാനുമായിട്ട് ഞങ്ങള് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഒരു വർഷം മുമ്പ് ഒരു അമ്മച്ചി വന്നു. അമ്മച്ചിക്ക് ഒരു മകളുണ്ട്. ഇപ്പൊ 42 വയസ്സുണ്ട്. 20 വർഷം മുമ്പ് മാനസിക രോഗിയായിട്ട് ഇരുന്ന അവള് നേഴ്സിംഗ് പഠിക്കാൻ പോയതാണ്. 2ാമത്തെ വർഷമായപ്പോഴത്തേന് തിരിച്ച് വീട്ടിൽ വന്നപ്പം മനോനില മുഴുവനും തെറ്റിയിട്ട് അവള് അടച്ചുപൂട്ടി വീട്ടിനകത്ത് കയറി ഭയങ്കര വയലന്റ് ആയിട്ട് അമ്മയെ തല്ലും, നാട്ടുകാരെ മുഴുവനും തല്ലും, ഇറങ്ങി ഓടും, ആരെങ്കിലും പിടിച്ച അവരെ തല്ലി, അങ്ങനെ ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള രീതിയിലായിപ്പോയി. അങ്ങനെ ഈ അമ്മ എന്നെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല. അത് ആ രോഗം വന്നതിന് ശേഷമാണ് അവർ രക്ഷിക്കപ്പെട്ട് ഒരുപാട് സഭകളിൽ കൂടെ ഒരുപാട് ദേവദാസന്മാർക്ക് കാശ് കൊടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വിടുതലൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം അച്ചായൻ അവരെ മെഡിക്കൽ കോളേജ് വെച്ച് അവരെ കാണും, അമ്മയും മകളെ കൂടെ. ഒരു മന്ദബുദ്ധി പോലെ, വളരെ സുന്ദരിയായിട്ടുള്ള പെണ്ണാണെന്നാലും ഒരു മന്ദബുദ്ധി പോലെ അങ്ങനെ അവള് കൂടിയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞ് നിങ്ങള് മെഡിക്കൽ കോളേജിൽ പോയത് ഈ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി. അങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിച്ചവർ പെൻഷൻ കാശൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. കാശൊക്കെ ഉള്ളവർ തന്നെയാണ്. അപ്പം ഈ അച്ചാച്ചൻ പറഞ്ഞത് കൊടുക്കരുത്, എന്റെ ഭാര്യയുടെ നമ്പർ തരാം, അമ്മാമ്മ അവളെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ ഈ അമ്മാമ്മ വൈകുന്നേരം വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്നെ ഈ അമ്മാമ്മ വിളിച്ചു പറഞ്ഞു. ഒരു 9:30 ആയപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റി ബെല്ലെന്ന് അവിടെ വരും, ബെല്ല എഴുന്നേറ്റ് ജോലി ചെയ്തു, കുളിച്ചു, വീട്ടുപണിയൊക്കെ എടുത്തു, അവൾക്ക് വലിയ വ്യത്യാസം ഉണ്ടായി. അവള് സംസാരിക്കുകയല്ലായിരുന്നു. അങ്ങനെ ചെയ്തു. ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു, ഞങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് അവള് നല്ല മിടുക്കിയായിട്ട് ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു. പാട്ടൊക്കെ പാടും സഭയില്.
ഇപ്പൊ ഒരുപാട് നാള് കൂടി കരയുകയില്ലായിരുന്നു. 20 വർഷമായിട്ട് ചിരിക്കും, വെറുതെ അട്ടഹസിച്ച് ചിരിക്കുമായിരുന്നു, പക്ഷെ കരയുകയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനവിടെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ അവിടെ ഇരുന്ന് കരയുന്ന ഞാൻ കണ്ടു. അങ്ങനെ പിന്നെ ഇപ്പൊ എന്തെങ്കിലും വിഷയം വന്നാൽ കരയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് നല്ല വിടുതലായിട്ട് അവര് ഞങ്ങളുടെ കൂടെ ഇപ്പൊ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവം പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നതാണ്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് മാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യ നൂറ്റാണ്ടില് അഗ്നിനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും അതേപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. ആ ഒരു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലല്ലാതെ. ഇപ്പൊ പത്രോസിനെ കുറിച്ച് ചിന്തിക്കും. പത്രോസ് ഒന്നും പരിശുദ്ധാത്മ വരുന്നതിന് മുമ്പ് ഒരു കഴിവില്ലാത്ത പിന്മാറി പോയ വ്യക്തിയായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ട് പത്രോസ്, ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വചനഭാഗമാണ്, എഴുന്നേറ്റ് നിന്ന് ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി എത്ര വലുതാ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എത്ര വലുതാ. എന്നെ ഞാനാക്കി തീർന്ന എന്റെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ആ പരിശുദ്ധാത്മാവിന്റെ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ അങ്ങനെ അങ്ങ് ഉണ്ടെങ്കിൽ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, അങ്ങ് ആരാണെന്ന് ഞാൻ മുഖാന്തരം ലോകം അറിയുവാനായിട്ട് എന്നെ ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവകൃപയാല്, ദൈവത്തിന്റെ കരുണയാല് എവിടെയെങ്കിലും പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അവരുടെ ശരീരത്തിൽ അനുഭവിക്കും. അത് വിടുതലായിട്ടോ ഒക്കെ അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ അനേകർ അഭിഷേകം പ്രാപിക്കുവാനായിട്ട്, അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ വിളിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അന്യഭാഷ പ്രാപിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വലിയ ശുശ്രൂഷ കാര്യത്തിലൊന്നും അല്ല ഞാനെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശുശ്രൂഷകളിൽ ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പരിശുദ്ധാത്മാവിനെ ഞാൻ അറിഞ്ഞതിന് ശേഷമാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചും പരിശുദ്ധാത്മാവിനെതിരായിട്ട് പ്രവർത്തിക്കുകയും പറയുകയും ബന്ധുക്കൂസുകാരെ കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാ എന്നെ. ആ അമ്മച്ചിമാരെ ഞാൻ അങ്ങനെ കളിയാക്കിയപ്പം ഇപ്പൊ ഞാൻ അത് എനിക്കൊരു പ്രശ്നമുള്ളത് എന്നാന്ന് വെച്ചാൽ, ഞാൻ എവിടെയെങ്കിലും ചെന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ, ആരാധിക്കുമ്പോൾ ഞാൻ അറിയാതെ ഞാൻ പുറകിലൊക്കെ പോയി പമ്മിയിരിക്കും. ഞാൻ അങ്ങനെ പമ്മിയിരുന്നാലും ഞാൻ ആ പാട്ടുപാടി അന്യഭാഷ പറയുമ്പോൾ അമ്മച്ചിമാര് കൈയടിച്ച പോലെ തന്നെ ഞാൻ അടിക്കുകയും നൃത്തം ചാടുകയൊക്കെ ചെയ്യും. ഞാൻ അറിയാതെ സംഭവിക്കുന്നതാണ്. ഒന്ന് ആ പരിഹസിച്ചതിന്റെ ഫലമായിട്ട്. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പുറകിലേ നിൽക്കുകയുള്ളൂ. ഇങ്ങനെ മറ്റുള്ളവർ കണ്ടാൽ എന്താ ഓർക്കുമെന്ന് പറഞ്ഞാൽ, എന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കും. അതെന്റെ ഏറ്റവും സന്തോഷം. മണിക്കൂറുകളോളം അന്യഭാഷയിൽ ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കാറുണ്ട്. അങ്ങനെ ശക്തമായ ശുശ്രൂഷ പരസ്യവും നടത്തുന്നുണ്ട്. ട്രാക്ട് വിതരണം ചെയ്യുന്നുണ്ട്. സഹോദരിമാരെ ചേർത്ത് നിർത്തി ഓരോ പുതിയ സഹോദരിമാര് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ചില ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. ചില ഇടങ്ങളിലൊക്കെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം എനിക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന വചനം പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് ആദ്യ നൂറ്റാണ്ടിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ അറിയാത്തവരുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1:8 വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ ശക്തി പ്രാപിച്ചവർ യെരൂശലേമിലും യെഹൂദയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യണമെന്ന് ആണ് എനിക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രിയ മേരിക്കുട്ടി ആൻറ്റിക്ക് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഏറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നത്തേതിൽ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ജീവിതത്തിലെ അനുഭവങ്ങൾ. എന്നാൽ ജീവിതത്തിൽ സമാധാനമില്ലാതെ, ജീവിതത്തിൽ സന്തോഷമില്ലാതെ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, കുടുംബജീവിതത്തിൽ വന്നിട്ടും ജീവിക്കുവാൻ താല്പര്യമില്ലാതെ മരണം തിരഞ്ഞെടുത്ത് മരിക്കുവാൻ വേണ്ടി പല മാധ്യമങ്ങൾ, പല വഴികൾ ഉപയോഗിച്ചു.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായുള്ള ആ തീരുമാനം നടപ്പിലായി എന്ന് വേണം മനസ്സിലാക്കുവാൻ. മരിക്കുവാൻ 2 പ്രാവശ്യം ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ദൈവം മരണത്തിന് വിട്ടുകൊടുത്തില്ല. ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ട്, പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ ദൈവം തിരഞ്ഞെടുത്തിരുന്നത് കൊണ്ട്, ദൈവീയ പദ്ധതിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കേണ്ടത് ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരമുള്ള കാര്യപരിപാടിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം അതിൽ നിന്ന് അത്ഭുതകരമായി വിടുവിച്ചു. ആത്മാവിനും പ്രാണനും ശരീരത്തിനും ഒരു കേടും കൂടാതെ ദൈവം മടക്കി വരുത്തുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് അതേപോലെ ദുരിത ദുഃഖങ്ങളിലൂടെ സമാധാനമില്ലാതെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി, അത്താണിയായി, അവർക്ക് ഒരു ബലം പകരുവാൻ തക്കവണ്ണം, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിന്, വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് വിവിധ നിലകളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ വസ്തുത കേൾക്കുവാൻ കഴിഞ്ഞതോർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവ് പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമാറാകട്ടെ. അരോമാ TV ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ പല പ്രിയപ്പെട്ടവർക്കും ഇങ്ങനെയുള്ളതായ വിവിധ അനുഭവങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കാം. എന്നാൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മെ ഇതുവരെയും നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ്. ദൈവത്തിന് ചില പദ്ധതികൾ നമ്മെക്കുറിച്ചുണ്ട്. ഒരു പക്ഷെങ്കിൽ മാനുഷികമായി വലിയ അംഗീകാരമോ പദവികളോ സ്ഥാനങ്ങളോ മാന്യതകളോ ആദരവുകളോ ഒന്നും നമുക്കൊരു പക്ഷേ ലഭിക്കുന്നില്ലായിരിക്കാം. എന്നാൽ കർത്താവിന് പ്രയോജനപ്പെടുവാൻ നാം താല്പര്യം ഉള്ളവരാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആകയാൽ തെറ്റുകൾ, കുറവുകൾ, പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുതാപഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആര് ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, ആര് അടുത്ത് വരുന്നുവോ അവരെ ആദരിക്കുവാൻ, അവരെ ഉയർത്തുവാൻ, തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് നാം താണിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നമുക്ക് ഒന്ന് വിധേയപ്പെടാം. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ആയിരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവാസന്നിധിയിൽ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നാം ആയിരിക്കുന്ന ഇടത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അരോമാ TVയുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനും വിശുദ്ധനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ കർത്താവെ, നല്ല സമയത്ത് കർത്താവിന് സാക്ഷിയായി അരോമാ TVയിലൂടെ ദൈവം ഒരുക്കി തന്ന എല്ലാ അവസരത്തിനും സാഹചര്യത്തിനും നന്ദി പറയുന്നു. കർത്താവെ, പ്രിയപ്പെട്ട അരോമാ TVയിലെ കർത്താവെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഹാലേലൂയ. കർത്താവെ, ഈ സാക്ഷ്യ മുഖാന്തരം കർത്താവെ അനേകര് കേൾവിക്കാരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ഇടപെടലുണ്ടായിട്ട് അവരുടെ വിശ്വാസത്തിൽ അവരൊന്നും കൂടെ ഉറയ്ക്കുവാനും അവര് ദൈവഭക്തിയുള്ളവരായി മാറുവാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാനും വിശ്വസിപ്പാനും എല്ലാം കർത്താവെ ഇടയാക്കി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ അറിയാത്തവര് യേശുവിലൂടെ രക്ഷയെ അവകാശമാക്കി ദൈവത്തിന്റെ മക്കളായി സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരേണ്ടതിന് കർത്താവെ കേൾവിക്കാരെല്ലാവരെയും അനുഗ്രഹിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശേഷാല കർത്താവെ, ഈ പ്രോഗ്രാം ഹല്ലേലൂയ ക്രമീകരിച്ചിട്ടുള്ള ദൈവദാസനെ കുടുംബമായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ദാസനെ കർത്താവെ കുടുംബമായിട്ട് ദൈവം മാനിക്കണം, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ചെയ്യുന്ന നല്ല പ്രവൃത്തിയിലൂടെ നല്ല ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനും ദൈവരാജ്യം വിസ്തൃതമാകാനും തക്കോണം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടിയിട്ടുള്ള എല്ലാ കർത്താവെ സാഹചര്യങ്ങളും കർത്താവെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവെ കുടുംബത്തിന്റെ മേൽ കർത്താവ് പകരുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യട്ടെ. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാ TVയുടെ പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം വേർതിരിച്ച് പങ്കുവയ്ക്കുവാൻ കടന്നു വന്ന കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ശക്തമായി പിന്നെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരോടായി നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അതെല്ലാം ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.